അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയ ശ്രോതാക്കൾ, ഇസ്ലാമിക നിയമവ്യവസ്ഥിതിയുടെ പഴുതിലൂടെ വധശിക്ഷ അല്പകാലത്തേക്ക് നീട്ടിവെക്കപ്പെട്ട നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ സാമൂഹിക പാഠങ്ങൾ എന്ന വിഷയത്തെ പ്രതി അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമഗ്രമായ ജീവിത പദ്ധതിയാണ് ഇസ്ലാമെങ്കിൽ ഇസ്ലാമിക നിയമവ്യവസ്ഥിതിയുടെ സർഗാത്മകവും ജൈവികവുമായ പ്രകാശനമാണ് കർമ്മശാസ്ത്രം അഥവാ അൽ ഫിഖ്ഹുൽ ഇസ്ലാമി എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രതിനിധിയായ മനുഷ്യൻ അനുവർത്തിച്ചിരിക്കേണ്ട പെരുമാറ്റ ശീലങ്ങളാണ് ഫിഖ്ഹിൻ്റെ അന്തസത്ത. കാർക്കശ്യവും കണിശതയും നിറഞ്ഞ കേവല അതിർവരമ്പുകളല്ല, മറിച്ച് സദാചാരപൂർണമായ സാമൂഹിക സൃഷ്ടിപ്പിനുള്ള ഒരു മാർഗസംഹിതയാണത്. മനുഷ്യ ശരീരത്തിൻ്റെ സുരക്ഷ, മർത്യകുലത്തിൻ്റെ പവിത്രത, വിവേകത്തിൻ്റെയും സമ്പത്തിൻ്റെയും സംരക്ഷണം തുടങ്ങി ഇസ്ലാമിക കർമ്മശാസ്ത്രം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് 5 പ്രമേയങ്ങളിലാണ്. അതിനാൽ തന്നെ മനുഷ്യ ശരീരത്തെ പോറലേൽപ്പിക്കുന്ന ആത്മഹത്യ ഉൾപ്പെടെയുള്ള അതിക്രമത്തെയും അനധികൃത സ്വത്ത് സമ്പാദനത്തെയും മനുഷ്യ ബുദ്ധിയെ തകർക്കുന്ന ലഹരി ഉപയോഗത്തെയും വംശവിശുദ്ധിയെ തകർക്കുന്ന അവഹിത ബന്ധങ്ങളെയും ഇസ്ലാമിക ശരീഅത്ത് ശക്തമായ ഭാഷയിൽ നിരാകരിക്കുന്നുണ്ട്. സാമൂഹ്യ ജീവിയായ മനുഷ്യന്റെ ആന്തരിക ചോദനകളെ തിരിച്ചറിയും വിധം വളരെയധികം മനോഹരമായിട്ടുള്ള ക്രമീകരണമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടേത്. മനുഷ്യജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ ആരാധനകളിൽ തുടങ്ങി ജീവിത സദ്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള ഇടപാടുകളിൽ നൈതികതയെ പരാമർശിച്ച് മാനുഷികമായ ലൈംഗിക പൂരണത്തിന് ധാർമ്മികമായ നിർദ്ദേശങ്ങൾ നൽകി ആവശ്യഘട്ടങ്ങളിലെ തർക്കപരിഹാരത്തിനും കുറ്റകൃത്യങ്ങളിലെ അന്തിമ തീർപ്പിനും നീതിന്യായ സംജ്ഞകൾ വിവരിച്ചുകൊണ്ടുമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം വിന്യസിച്ചിരിക്കുന്നത്. വൈയക്തികവും പാരിസ്ഥിതികവുമായ ശുചിത്വവും ഉപഭോഗങ്ങളിലെ മിതത്വവും പരിശുനിരങ്ങൾ സചേതനമാക്കുന്നതിലെ മഹത്വവും ശുദ്ധജലത്തെ പ്രതിയുള്ള ബഹത്വ സമീപനവും ഇസ്ലാമിക കർമ്മശാസ്ത്രം എത്ര സൂക്ഷ്മമായാണ് കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത് എന്നതിൻ്റെ നിദർശനങ്ങളാണ്. അവനവനിൽ തുടങ്ങി അപരനിലേക്ക് പടർന്ന് പ്രപഞ്ചത്തെ ആകമാനം ഉൾക്കൊള്ളുന്ന വീക്ഷണ വിശാലതയിലേക്കാണ് ഫിഖ്ഹി നിലപാടുകൾ വിശ്വാസി സമൂഹത്തെ വഴി നടത്തുന്നത്. അതിനാൽ തന്നെ മതേതര ബഹുസ്വര രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയോട് കലഹിക്കാതെ തന്നെ പാരമ്പര്യ മുസ്ലിമീങ്ങൾക്ക് സുഗമമായിട്ടുള്ള ജീവിതം സുസാധ്യമാകുന്നു. സുസ്ഥിരവും സന്തുലിതവുമായ ലോകക്രമത്തിന് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത സാമ്പത്തിക ദർശനമാണ് ഇസ്ലാമിക ശരീഅത്ത് വിഭാവനം ചെയ്യുന്നത്. ആഗോളീകരണാന്തരം ഉടലെടുത്ത പുത്തൻ സാമ്പത്തിക ദർശനം സമ്പന്നരെ അതിസമ്പന്നരാക്കുകയും ദരിദ്രരെ അതിദരിദ്രരാക്കുകയും ചെയ്തപ്പോൾ എക്കാലത്തും പ്രസക്തമായ ഫക്കീർ, മിസ്കീൻ എന്നീ പരിച്ഛേദങ്ങൾ അർഹരായവരിലേക്ക് നിർബന്ധ ദാനത്തെ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. സകാത്ത് ധനികന്റെ ഔദാര്യമല്ലെന്നും അത് പാവപ്പെട്ടവന്റെ അവകാശമാണെന്നും പ്രഖ്യാപിച്ച ഇസ്ലാം പാവപ്പെട്ടവന്റെ അന്തസ്സിന് എത്രയാണ് വില കൽപ്പിക്കുന്നത്? കേവല നിർബന്ധ ദാനത്തിൽ പരിമിതപ്പെടാതെ ഏതൊരു പാവപ്പെട്ടവന്റെയും പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് അവൻ ആവശ്യമായവ ചെയ്തു കൊടുക്കൽ നാട്ടിലെ പ്രവാടിമാരുടെ ഉത്തരവാദിത്തമാണെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. പലിശ, ചൂതാട്ടം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത തുടങ്ങിയ മുഴുവൻ ചൂഷണോപാധികളെയും ഇസ്ലാമിക ശരീഅത്ത് ശക്തമായ ഭാഷയിൽ നിരാകരിക്കുന്നുണ്ട്. നിർബന്ധ നിസ്കാരത്തിനിടയിൽ ഒരു മിണ്ടാപ്രാണി ജീവനു വേണ്ടി പിടയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിസ്കാരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ആ മിണ്ടാപ്രാണിക്ക് സ്നേഹകവചം ഒരുക്കൽ അനിവാര്യമാണെന്ന ആഹ്വാനവും, ആകെയുള്ള വെള്ളം വുളുവെടുക്കാൻ ഉപയോഗിച്ചാൽ ഒരു മിണ്ടാപ്രാണി വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുമെന്ന് തിരിച്ചറിവുണ്ടായാൽ ആ വെള്ളം ദാഹാർത്തയായ ജീവിക്ക് പകുത്തു നൽകി ആ ജീവിക്ക് സ്നേഹകവചമൊരുക്കൽ എന്ന നിർദ്ദേശവും പടച്ചോടുള്ള ബാധ്യതകൾ വീട്ടുന്നതോടൊപ്പം പടപ്പുകൾ കൂടി പരിഗണിക്കണമെന്ന ഇസ്ലാമിക അടിസ്ഥാന മൂല്യങ്ങളുടെ കർമ്മശാസ്ത്ര സാക്ഷ്യങ്ങളാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രം കേവല നിയമപുസ്തകമല്ല, മറിച്ച്
പടച്ചവനും പടപ്പുകളും പ്രകൃതിയും ഒത്തുചേരുന്ന സ്നേഹത്തിൻ്റെ ഒരു മഹാകാവ്യമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.